ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു അൺബോക്സിങ് തന്നെയാണ്, ഒരു ഫോസിലിൻ്റെ വാച്ചിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഒരു ദിവസം മുമ്പ് നമ്മൾ ഒരു കാസിയോടെ ജി ഷോക്ക് മോഡൽ ഒരു ജി മിക്സ് എന്ന് പറഞ്ഞൊരു എഡിഷൻ ഒരു അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങി തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം, പോയി കാണുക. അപ്പോൾ ഇന്നൊരു ഫോസിലിൻ്റെ വാച്ചാണ്. ഇതൊരു നമ്മുടെ ഒരു മെറ്റാലിക് ഇതുള്ള ഒരു സ്ട്രാപ്പാണ്, പക്ഷേ ബ്ലാക്ക് കളറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലുക്ക്, നമ്മൾ അത്യാവശ്യം ഏജ്ഡ് അല്ലാത്തവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ക്രോണോഗ്രാഫ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ ബോക്സ് ഒന്ന് കാണിച്ചു തരാം. MRP എന്ന് പറയുന്നത് 11,000 എബോവ് ഉണ്ട്. 11,000 എബോവ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു നമ്മുടെ സെയിൽസിൽ ഒരു 6,000 സംതിങ്ങാണ് കിട്ടിയത് എനിക്ക്. അപ്പോൾ ഇതിൻ്റെ MRP നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ബോക്സ് എന്തായാലും അടുത്ത് കാണിച്ചു തരാം. MRP കൊടുത്തേക്കുന്നത് 13,495 ഒക്കെയാണ്. അപ്പോൾ പ്ലസ് 2 ഇയർ വാറണ്ടി ഒക്കെ ആണ്. പിന്നെ ഓൺലൈൻ വാങ്ങിച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ ലിങ്ക് എന്തായാലും ഇടുക. അപ്പോൾ വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എൻ്റെ ലിങ്കിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചാനലിൽ സപ്പോർട്ടാണ്. അപ്പോൾ ലിങ്കിൽ തന്നെ വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് എൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ അതിന് മുമ്പ് ചാനലിൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് ഓണാക്കി വയ്ക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അൺബോക്സിങ് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ ബോക്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോസിലിൻ്റെ ബോക്സ് എല്ലാം ഇങ്ങനെ തന്നെ കിട്ടുന്നത് പ്ലെയിൻ ബോക്സ് ആയിരിക്കും. അവരുടെ ബ്രാൻഡ് നെയിം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ബില്ല് ഇവിടെ കാണാൻ പറ്റും. അവിടെ ഞാൻ കാണിച്ചു തരാം അടുത്തേക്ക്. BQ1126i എന്ന് പറഞ്ഞ മോഡലാണിത്. 13,495 വരുന്നതാണ്. ഇതിൻ്റെ വേറെ കുറേ മോഡലുണ്ട്, കുറച്ച് റേറ്റ് കുറഞ്ഞൊക്കെ. അപ്പോൾ അതിൻ്റെ ഞാൻ ലിങ്കും താഴെ ഇടാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതൊന്ന് പോയി വാങ്ങിക്കാം. ഒരു 10ന് താഴെയുള്ള മോഡലൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് വലിയ ലുക്ക് വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡലിനായിട്ട് നല്ലത് അത് വാങ്ങാൻ നല്ലത്. പിന്നെ ഇതിൻ്റെയും ഇത് കുറച്ച് അവൈലബിൾ കുറച്ച് പാടാണ് വെച്ചാൽ കുറച്ച് UK മോഡൽ ടൈപ്പാണ്. അപ്പോൾ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. എന്തായാലും ഞാൻ ലിങ്ക് താഴെ ഇടാം. അപ്പോൾ ഇതിൻ്റെ വേറെ മോഡൽസിൻ്റെ ലിങ്ക് താഴെ ഇടാം. ഓൾമോസ്റ്റ് സെയിം ലുക്ക് തന്നെ ആയിരിക്കും എല്ലാം. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഡയറക്റ്റ് ലിങ്ക് നിന്ന് വാങ്ങാമല്ലോ. അപ്പോൾ ചാനലിനും സപ്പോർട്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്താലോ. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളിൽ ബോക്സ് വരിക. അതാണ് ഒരു ഫോസിലിൻ്റെ ബോക്സ്. അപ്പോൾ മെയിൻ ബോക്സ് ഇതാണ്. അവരുടെ ബോക്സ് ഫുള്ളി ഇങ്ങനത്തെ മോഡൽ തന്നെയാവുക. എന്താ വെച്ചാൽ ഒരു ജാതി കളർഡ് ഒരു അങ്ങനത്തെ മെറ്റൽ ബ്ലോക്സ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പ്രത്യേകം തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനത്തെ ഫോസിലിൻ്റെ ഒറിജിനൽ ബോക്സ് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉള്ളിൽ നല്ല കുഷനൊക്കെ ആയിട്ട് അത് സാധനം ഒട്ടിച്ച് വെച്ചൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോസിലിൻ്റെ ഒരു ബുക്കും ഉണ്ട്, നമ്മുടെ വലിയൊരു ബുക്ക്, കുറേ ഭാഷയിലുള്ളത്. പിന്നെ അവരുടെ കുറേ ബ്രാൻഡ്സുകളുമായിട്ടുള്ളൊരു കാർഡും ഉണ്ട്. ഫോസിൽ ഗ്രൂപ്പ് എന്നായിട്ട്, അതുപോലെ വാറണ്ടി വാലിഡേഷൻ എന്നായിട്ട്, ഡീലർ കോഡുമായിട്ട് നമ്പറൊക്കെ ആയിട്ടുള്ളത്. ഇത് ഒറിജിനൽ തന്നെയാണ് കേട്ടോ. ശരിക്കും കണ്ടാൽ മനസ്സിലാവും ഒറിജിനലാണോ. ഈ ഉള്ളിലത്തെ നമ്മുടെ ഇതിൻ്റെ മോഡൽ നോക്കി അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ മോഡൽ സെർച്ച് ചെയ്ത് നോക്കി കിട്ടും. പിന്നെ ഇന്ത്യൻ മോഡൽ അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഈ കടയിൽ പോയി ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊക്കെ പറയും. ഇതേപോലെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു മുമ്പ്. ഇതുപോലെ വാങ്ങിച്ചിട്ട് അതൊരു നമ്മൾ നോർമൽ ഇപ്പോൾ നമ്മുടെ നോർമൽ ഈ ഫോസിൽ വിൽക്കുന്ന വാച്ചിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയും. ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എന്നിട്ട് ഫോസിലിൻ്റെ കസ്റ്റമർ കെയറിനെ വിളിച്ച് അവർ പറയണത് അവരിറക്കുന്നത് ഈ ഓൺലൈൻ റീറ്റെയിലേഴ്സിന് ഇറക്കുന്നത് വേറെ മോഡലാണ്. അത് കടയിലേക്ക് ഇറക്കില്ല, കടയിൽ ഇറക്കുന്നത് ഓൺലൈനിൽ ഇറക്കില്ല. അങ്ങനെ കുറേ മോഡലുണ്ട്. അപ്പോൾ ഓൺലൈനുകാർക്ക് ഓൺലൈനിൽ കിട്ടുന്ന മോഡൽസ് കടക്കാർക്ക് അറിയില്ല. അപ്പോൾ അവരുടെ വിചാരം അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്നതാണ്. അപ്പോൾ അതങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഈ കടക്കാരോട് ചോദിച്ചിട്ട് നിങ്ങൾ കൺഫേം ചെയ്യേണ്ട. ഇവരുടെ ഫോസിൽ കെയർ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടായിരുന്നു. നോക്കി അവർ ഡയറക്റ്റ് നമ്മൾ മെയിൽ അപ്ലൈ ചെയ്ത് അവരെ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ എനിക്ക് ഇഷ്യൂ ഉണ്ടായിട്ട് ഞാൻ മെയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേഗം റെസ്പോൺസ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഞാൻ എന്തായാലും ലിങ്ക് താഴെ ഇടാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ് വാങ്ങാമല്ലോ. അപ്പോൾ കുറേ പേര് അതിനകത്തെ ഈ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് സംശയം എന്നിട്ട് നോക്കേണ്ടായിരിക്കും. അപ്പോൾ ഇതാ വാച്ച് ഇതാണ്. ഒരു ബ്ലാക്കിഷ് സ്ട്രാപ്പാണുള്ളത്, ഫുള്ളി റാപ്ഡാണ് പ്ലാസ്റ്റിക്കിൽ. പിന്നെ അവരൊരു ടാഗും ഉണ്ട്, അവിടെ കാണാം ടാഗ്. ഫോക്കസ് ആയി വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട അതേ ടാഗ് തന്നെയാണ്. റിസ്റ്റ് വാച്ചിനായിട്ട് ക്രോണോഗ്രാഫ് മോഡലാണ്. ഒരു ബ്ലൂയിഷാണ് ഉള്ളിൽ. പുറത്തൊക്കെ ഒരു ലൈറ്റ് ഗ്രേ എന്ന് പറയാം, ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, ലൈറ്റ് ഗ്രേ എന്ന് പറയാം. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് നമ്മുടെ ഫുൾ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫുൾ കോട്ടിംഗ് ഒക്കെ ഒന്ന് കളയാം. ഇതിന് അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. ഒരു അത്യാവശ്യം നല്ല ഹെവിയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുന്നവർക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി എന്ന് പറയില്ല, എന്നാലും അത്യാവശ്യം ഹെവിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ ബ്ലാക്ക് മെറ്റൽ എന്ന് പറയാൻ പറ്റില്ല, ബ്ലാക്ക് അല്ല, ഒരു ഗ്രേയിഷാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും മനസ്സിലാവേണ്ടത്. ഇപ്പോൾ ഈ കളറും ഡിഫറൻസ്. അപ്പോൾ ഈ ഫോണിൻ്റെയും ഇതിൻ്റെയും ഇതാണ് ബ്ലാക്ക്. അപ്പോൾ ഇതിൻ്റെ കളർ ഡിഫറൻസ് കണ്ടു. ബ്ലാക്ക് അല്ല എന്ന് പറയാം, ഒരു ഗ്രേയിഷാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ ഫോസിലിൻ്റെ നല്ല ലുക്ക് തന്നെ പറയാം.
നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ശരിക്കും തൊടുമ്പൻ ഫീൽ അറിയാൻ പറ്റും ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. അതിൻ്റെ ഉള്ളിൽ അവരുടെ ലോഗോ ഒക്കെ ഉണ്ടാവും, അതുപോലെ മോഡൽ നമ്പർ എല്ലാം ഉണ്ടാവും. ഇവിടെ കാണാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. ഫുള്ളി റാപ്പറാണ്, അത് നിങ്ങൾക്ക് ക്ലിയർ അടിക്കുന്നുണ്ടാവും ചിലപ്പോൾ. അതിവിടെ ഫുള്ളി നമ്മുടെ ഈ പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ഞാനൊന്ന് കെട്ടി കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് ഫീൽ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് ലെങ്ത്ത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അത്യാവശ്യം നല്ല ലൂസാണ് കേട്ടോ. എൻ്റെ കൈ അത്യാവശ്യം വലുതാണ്, എന്നിട്ട് എനിക്ക് ലൂസാണ്. പിന്നെ അതിൻ്റെ ഡയല് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ഡയൽ നല്ല ബിഗ് സൈസ് തന്നെയാണ്. പിന്നെ നമ്മുടെ ക്രോണോഗ്രാഫിൻ്റെ ബട്ടൺസും ഉണ്ട്, പിന്നെ നമ്മുടെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് 2 ബട്ടണുണ്ട്. ഇതാണപ്പോൾ വാച്ച് സംഭവം. നല്ല ഒറിജിനൽ സാധനം തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറേ കാലം മുമ്പ്, ഒരു കൊല്ലമൊക്കെ മുമ്പ് ഞാൻ ഫോസിലിൻ്റെ ഇതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ തന്നെ മാറ്റി തന്നു, പക്ഷേ കുറച്ച് പിന്നെ എല്ലാം നടക്കേണ്ട വന്നു. ഒരു 3ാമത്തെ റീപ്ലേസ്മെൻറ്റിലൊക്കെയാണ് ശരിക്കും ഒറിജിനൽ കിട്ടിയത്. ആ 2ാമത്തെ കിട്ടിയത് ഒറിജിനൽ തന്നെയായിരുന്നു, പക്ഷേ യൂസ്ഡ് ആകെ ഡാമേജ്ഡ് ആയിട്ട് പ്രോഡക്റ്റ് കിട്ടിയത്. അപ്പോൾ ആവശ്യമായിട്ടില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഇഷ്യൂ ഉണ്ടാവുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇഷ്യൂ ഉണ്ടാവാത്തത് ഇതുവരെയായിട്ട്. ഫ്ലിപ്കാർട്ടിലിപ്പോൾ എനിക്ക് ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് അങ്ങനെ ആരും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആമസോണിൻ്റെ ലിങ്ക് ഇടാം, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡയറക്റ്റ് വാങ്ങാം. അപ്പോൾ എന്തായാലും നല്ല ലുക്ക് തന്നെ ഉണ്ട്. ഒരു ബ്ലൂവും ഒരു ബ്ലാക്ക് ഇഷ്യൂ ആണ് സംഭവം. എൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ലോക്ക് മറ്റേ നോർമൽ ലോക്കാണ് കേട്ടോ, അങ്ങനെ നമ്മുടെ പ്രസ്സിങ് ലോക്കാണ്. എൻ്റെ സൈഡിൽ തന്നെ നമ്മളിവിടെ ഒരു ബട്ടൺ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. ഇത് അമർത്തി കഴിഞ്ഞാൽ ലോക്കാവും. അതുപോലെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. ഫോസിലിൻ്റെ ബ്രാൻഡിങ് ഉണ്ട് താഴെ. സൈഡിൽ അതിൻ്റെ മോഡൽ നമ്പർ ഉണ്ട്, അവിടെ കാണാം. ഈ 2 സൈഡിലായിട്ട് മോഡൽ നമ്പർ, ഇത് മോഡൽ നമ്പർ, ഇത് അതിൻ്റെ സീരിയൽ നമ്പറാണ്. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഫോസിൽ കെയർ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സൈറ്റാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കഴിച്ചു കഴിഞ്ഞാൽ അവർ ഒറിജിനലാണെന്ന് പറഞ്ഞു തരും. ഫുൾ ഡീറ്റെയിൽസ് അവർ മെയിൽ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നല്ല ഈസിയാണ്. ഇപ്പോൾ ഇതിൻ്റെ കുറേ ക്ലോൺ ഇറങ്ങണ കാരണം, ഫോസിലിൻ്റെയും കാസിയോ G-Shockൻ്റെ ഒക്കെ കുറേ ക്ലോൺ ഇറങ്ങണ കാരണം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അതും ഫസ്റ്റ് ക്ലാസ് ക്ലോണൊക്കെ ഇറങ്ങുന്നുണ്ട്, പക്ഷേ അതേ ലുക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മിക്കതും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പക്ഷേ നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും ഫീല്. അകലെന്ന് കാണുമ്പോൾ അറിയില്ല, പക്ഷേ തൊട്ടറിയാം ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, അങ്ങനെ വ്യത്യാസം അറിയാൻ ശരിക്കും. ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഫീലിംഗ് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഉള്ളിലത്തെ നമ്മളൊരു എന്താ പറയുക, ഒരു ഫിനിഷിങ്ങും ഒക്കെ അറിയാൻ പറ്റും. ഇതിപ്പോൾ ഒരു ലോക്കറാണ് ഉപയോഗിച്ചിട്ടില്ല, കണ്ടില്ലേ. അപ്പോൾ എന്തായാലും എനിക്ക് വാച്ച് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഒരു ഹെവിനെസ് ഒരു ആവറേജ് എന്നും പറയാം. ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അത്ര ഹെവി ഒന്നും പറയാൻ പറ്റില്ല, എന്നുവെച്ചാൽ അത്ര ലൈറ്റും അല്ല. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. അത്ര ലൈറ്റ് വെയ്റ്റ് അല്ല. അപ്പോൾ നല്ല അത്യാവശ്യം ഹൈ സൈസുള്ളവർക്ക് എടുക്കാൻ നല്ല പാകമായിരിക്കും. എന്നുവെച്ചാൽ ഡയലും നല്ല സൈസ് ഉണ്ട്. 46 mm, അതിൻ്റെ 47 mm ആണെന്നുണ്ട് സൈസ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.